ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നൂൻ്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നതുകൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. യഹോവയായ ദൈവം മോശയിലൂടെ ഫറവോന്റെ അടിമത്തത്തിൽ ഏതാണ്ട് 430 വർഷത്തോളം കടന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞ ഒരു ദൂതുണ്ട്. ഞാൻ ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കും, ഞാൻ അവരെ കനാനിൽ കൊണ്ടെത്തിക്കും. ദൈവത്തിൻ്റെ ഒരു ദൗത്യമായിരുന്നു ഈ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുമെന്നും അവരെ കനാനിൽ കൊണ്ടുചെന്ന് പാർപ്പിക്കുമെന്നും. അത് ദൈവത്തിൻ്റെ ദൗത്യം. ആ ദൗത്യത്തിനു വേണ്ടി മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ വായായി പ്രവൃത്തിയായി ആ ദൗത്യത്തിലൊരു പങ്കാളിയാണ് മോശ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയത്തെ വളരെ ചിന്തിപ്പിച്ച ഒരു ചിന്ത, ദൈവത്തിൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ വളരെ അധികമാണ്. അതിൽ ദൈവം ഇന്നും പങ്കാളികളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, അതിൽ പങ്കുകാരാകുവാൻ. പ്രൈസ് ദി ലോർഡ്. ആ ദൗത്യത്തിൽ ഒരു പങ്കാളിയാകുവാൻ ദൈവം ആളുകളെ അന്വേഷിക്കുന്നു. മോശയെ ദൈവം കണ്ടെത്തി ആ ദൗത്യം, ദൈവത്തിൻ്റെ ദൗത്യം മോശയെ ഏൽപ്പിക്കുന്നു. മോശ അത് സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണം, മോശ കനാന്റെ അടുക്കലെത്തുകയും, മോവാബ് കഴിഞ്ഞാൽ അടുത്തത് കനാനാണ്. ഇനിയും പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചാൽ വാഗ്ദത്ത നിവർത്തീകരണത്തോട് ഏറ്റവും അടുത്തു. അപ്പോഴാണ് യഹോവയായ ദൈവം മോശയെ പിസ്ഗയുടെ മലമുകളിലേക്ക് വിളിക്കുക. അവിടെ വെച്ച് മോശയോട് ദൈവം പറയുന്നു, നിന്റെ ദൗത്യം ഇവിടെ അവസാനിച്ചു. അങ്ങനെ മോശ പിസ്ഗയുടെ കൊടുമുടിയിൽ മരിക്കുന്നു. അപ്പോൾ മോശ അവിടെ മരിച്ചു എന്നുള്ളത് ദൈവിക ദൗത്യം തീർന്നു എന്നുള്ളതല്ല, അത് തുടരുകയാണ്. അപ്പൊ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദൗത്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, ദൈവം അതിനുള്ള ആളുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മോശ മരിച്ചു എന്നുള്ളത് കൊണ്ട് മോശ പിസ്ഗയുടെ കൊടുമുടിയിൽ സ്തോത്രം വെച്ച് തൻ്റെ ശുശ്രൂഷ അവസാനിച്ചു എന്നുള്ളത് വാഗ്ദത്തം തീർന്നു പോയെന്നുള്ളതല്ല, ദൈവിക ദൗത്യം അവിടെ വെച്ച് അവസാനിച്ചു എന്നുള്ളതല്ല, അത് തുടരുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ രണ്ടാമത്തെ ചിന്ത എന്നുള്ളത്, ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു വ്യക്തിയിൽ അടിസ്ഥാനപ്പെട്ടുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്തങ്ങൾക്ക് ദൈവം ആളുകളെ അന്വേഷിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി കഴിയുമ്പോൾ ആ ശുശ്രൂഷ വീണ്ടും തുടരുകയാണ്. ഇപ്പൊ ദൈവ പദ്ധതികൾ ഒരിക്കലും ഒരു വ്യക്തി മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് തീരുന്നില്ല, അത് തുടരുകയാണ്. വിടുത. പ്രൈസ് ദി ലോർഡ്. മോശ ദൗത്യം അവിടെ വെച്ച് നിർത്തുമ്പോൾ ദൈവം യോശുവയെ ഹല്ലേലൂയ ദൗത്യം തുടരുവാൻ അനുവദിക്കുക. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത് ഇങ്ങനെയാ ദൈവമക്കളെ, യോശുവ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ദൈവം അവന് പ്രൈസ് ദി ലോർഡ് ജ്ഞാനാത്മാവ് കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. അപ്പോൾ ഒരു
ദൗത്യം ദൈവം ഒരു മനുഷ്യനെ ഏൽപ്പിക്കുമ്പോൾ അതിനു വേണ്ട ജ്ഞാനം, അതിനു വേണ്ട കഴിവ് ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച മൂന്നാമത്തെ ഒരു ചിന്തായിരുന്നു. നമുക്കറിയാം, സ്തോത്രം, ദാവീദിനെ ദൈവം ഇസ്രായേലിന്റെ രാജാവായി കണ്ട് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ദൗത്യത്തിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. രാജകീയമായ സിസ്റ്റവുമായി യാതൊരു ബന്ധവുമോ കഴിവോ ഒന്നുമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല. പക്ഷെ ദൈവം അവന് അതിനുവേണ്ട കഴിവ് കൊടുത്തു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ജോസഫ് മിസ്രയീമിലെ മന്ത്രിയായി ഉയർത്തപ്പെടുമ്പോൾ അവനൊരു മന്ത്രിയായിരിക്കേണ്ട കഴിവോ ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു പരിചയമോ സിസ്റ്റമോ ഒന്നും അവനില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യിരെമ്യാവിനെ പ്രവാചകനായി വിളിക്കുമ്പോൾ അവൻ ആക്ച്വലി ഒരു പുരോഹിതനായിരുന്നു, അല്ലെങ്കിൽ ഒരു പുരോഹിത കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ ഒരിക്കലും ഒരു പ്രവാചകനായിരുന്നില്ല. പ്രവാചകനാകുവാനുള്ള സ്തോത്ര കഴിവില്ല എന്ന് സ്വയം സമ്മതിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേൽ ബാബിലോണിലെ സകല വിദ്വാൻമാരെക്കാൾ ഏറ്റവും ശ്രേഷ്ഠനാകുമ്പോൾ അവന്റെ ഭവനത്തിൽ വെച്ചൊന്നും അങ്ങനെ ഒരു കഴിവുള്ളവനായിരുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ വിശിഷ്ട ജ്ഞാനത്താൽ നിറയ്ക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവവചനത്തിന്റെ സ്തോത്രം ഓരോ വായനകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു മനുഷ്യനെ ദൗത്യത്തിന് വേണ്ടി ഇറക്കി നിർത്തുമ്പോൾ ഹല്ലേലൂയ, അവന് അതിനുള്ള കഴിവ്, ജ്ഞാനം അവന് കൊടുക്കുന്നു എന്നുള്ളത്. അവന്റെ ഇന്നലകളിലെ പരിചയങ്ങളിലൂടെ അല്ല അവനെ തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ശലോമോൻ തന്നെ ദൈവം രാജാവായി കണ്ട് ആ പദവി അവനെ ഏൽപ്പിക്കുമ്പോൾ ശലോമോന്റെ പ്രാർത്ഥന, ദൈവമേ, ഈ ജനത്തെ നടത്തുവാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന്. യഹോവയായ ദൈവം മോശയോട് സമാഗമന കൂടാരവും അതിൻ്റെ ക്രമീകരണങ്ങളും ഉണ്ടാക്കുവാനുള്ള കൽപ്പനകളും അതിൻ്റെ ആലോചനകളും കൊടുക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ബെസലിയേലിനെയും ഒഹൊല്യാബിനെയും ജ്ഞാനാത്മാവിനാൽ നിറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ഒരു ദൗത്യമേൽപ്പിക്കുമ്പോൾ ദൈവം അതിനു വേണ്ട ജ്ഞാനവും അറിവും കഴിവും അതിനകത്ത് കൊടുക്കുന്നു എന്നതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം ഈ 3 വിധ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് കിടക്കട്ടെ. ഒന്ന്, ദൈവത്തിന്റെ ദൗത്യം ചെയ്യുവാൻ ദൈവം ഇന്നും ആളുകളെ അന്വേഷിക്കുന്നുണ്ട്. ദൈവിക ദൗത്യത്തിനു വേണ്ടി മോശ കൂടെ നിന്നു എന്നുള്ളത്. 2, ആ ദൗത്യം ആ വ്യക്തിയിലൂടെ കഴിയുമ്പോൾ അത് പൂർത്തീകരിക്കുവാൻ ദൈവം അടുത്ത ആളിനെ ഏൽപ്പിക്കും. എന്ന് വെച്ചാൽ, ഒരു വ്യക്തി മാറിപ്പോകുകയോ ഒരു വ്യക്തി സ്തോത്രം മാറ്റപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ ദൗത്യം തീർന്നു എന്നുള്ളതല്ല. ദൈവം തൻ്റെ ദൗത്യം തീർക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷ കൈമാറുന്നുണ്ട്. 3-മതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, സ്തോത്രം, ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ദൈവം ആ ദൗത്യം ചെയ്യുവാനുള്ള ജ്ഞാനാത്മാവിനാൽ ഹല്ലേലൂയ അതിൻ്റെ ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കുന്നു എന്നുള്ളതും നാം ഈ പകൽക്കാലം ചിന്തിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ഈ പകൽക്കാലം ഈ വചനചിന്തയിൽ ഇങ്ങനെ പറയാം, കർത്താവേ, നിന്റെ ദൗത്യം ഈ ഭൂമിയിൽ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു ഭാഗമാക്കി എന്നെ കൂടെ നിർത്തണമേ. ഹല്ലേലൂയ. അത് ചെയ്യുവാൻ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അതിനുള്ള ജ്ഞാനം, കഴിവ്, അറിവ് എനിക്ക് തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അതേ ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്, അത് പൂർത്തീകരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ ദൗത്യവും. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ഈ പകൽക്കാലം പ്രാർത്ഥിക്കാം. നമ്മെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, അത് കാലിൽ നമ്മൾ ജ്ഞാനവും അറിവും കഴിവുകളൊന്നും കണ്ടിട്ട് തന്നതല്ല. പകരം പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മെ അത് ഏൽപ്പിച്ചപ്പോൾ നമ്മളൊരു പാർട്ടേക്കറായത്, നമ്മൾ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, അത് ചെയ്യുവാനുള്ള ജ്ഞാനം കർത്താവ് തന്നിട്ടുണ്ട്. അത് ചെയ്തെടുത്ത് അത് പൂർത്തീകരിച്ച് കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നാം ആകുന്നെങ്കിൽ അതിനുള്ള പ്രതിഫലങ്ങളും നന്മകളും ഹല്ലേലൂയ നമുക്ക് കർത്താവ് തരും. മേലിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങ് നിറഞ്ഞ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. മോശ പിസ്കയുടെ കൊടുമുടിയിൽ മരിച്ചു എന്നുള്ളത് ഇസ്രായേൽ ജനം മോവാബ് കൊണ്ട് തീർന്നു എന്നുള്ളതല്ല. അവരെ ദൈവം വിളിച്ചിറക്കിയത് കനാനിലേക്ക്. ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവം ഹല്ലേലൂയ യോശുവയെ ജ്ഞാനാത്മാവിനാൽ നിറച്ച് ശുശ്രൂഷ കൈമാറി ജനത്തെ നടത്തി കനാനിലെത്തിക്കുന്നത് ഹല്ലേലൂയ ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഇന്നും ഹല്ലേലൂയ നിറവേറ്റപ്പെടുന്നതാണ്. ആളുകൾ മാറിയാലും ഹല്ലേലൂയ, ആളുകളെ അങ്ങ് മാറ്റിയാലും ഹല്ലേലൂയ സ്തോത്രം, അടുത്ത നിലവാരത്തിലേക്ക് ശുശ്രൂഷകളെ മാറ്റി ദൈവം തൻ്റെ പദ്ധതികളെ പൂർത്തീകരിക്കുമെന്ന് ഈ വചനത്തിലൂടെ ഞങ്ങളെ ബോധ്യമാക്കിയുണ്ട്. സ്തോത്രം. ഞങ്ങളെയൊക്കെ ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുവാനുള്ള കഴിവും ജ്ഞാനവും ഞങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പകൽക്കാലം ഈ വചനം ജനത്തിന് ഉത്തേജകവും അനുഗ്രഹവും വിടുതലുമാക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. സകല മഹത്വവും പുകഴ്ചയും ബഹുമാനവും എല്ലാം ഞങ്ങൾക്ക് ആജ്മച്ച ക്രിസ്തുവേശ്വര തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.